ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് അവസാനിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 11 മണിവരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് പുറത്തുവിടാൻ പോകുന്നത്. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ 1 മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം നാളെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ എലിമിനേഷനിൽ പുറത്തായത് ആരാണെന്ന് നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാത്രി 11 മണി വോട്ടിംഗ് അവസരത്തിൽ ഒന്നാം പൊസിഷൻ അത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിൻ്റെ പൊസിഷൻ യാതൊരു മാറ്റവുമില്ല. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഷാനവാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12,566 വോട്ട് നേടി ഒന്നാം പൊസിഷനാണുള്ളത്. രണ്ടാം പൊസിഷനിൽ അനുമോളാണ് തുടരുന്നത്. അനുമോൾ നേരത്തെ വോട്ടിംഗ് തുടക്കത്തിൽ ഒന്നാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഷാനവാസിൻ്റെ പ്രകടനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർ രണ്ടാം പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത്. 10,432 വോട്ടാണ് നേടിയിരിക്കുന്നത്. മൂന്നാം പൊസിഷനിൽ ജിസാൽ തക്രാളാണ് ഉള്ളത്. ജിസേൽ തക്രാൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇപ്പോൾ 10,359 വോട്ട് നേടി മൂന്നാം പൊസിഷനാണുള്ളത്. നാലാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയാണ്. ആര്യൻ സേഫാണ്. 8,875 കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിലാണ് നാലാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് നൂറ ആദില സഖ്യം കയറി വന്നിരിക്കുകയാണ്. നേരത്തെ അഞ്ചാം പൊസിഷനിൽ നെവിനായിരുന്നു. നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നൂറ ആദില സഖ്യം 830 വോട്ടിൻ്റെ ബലത്തിൽ അഞ്ചാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ആറാം പൊസിഷനിലേക്ക് നെവിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്തൊരു മത്സരാർത്ഥിയായിരുന്നു നെവിൻ. ഇത്രയും വരെ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 816 വോട്ടിൻ്റെ ബലത്തിൽ ആറാം പൊസിഷനാണുള്ളത്. ഏഴാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ പോകെ പോകെ പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ വോട്ടിംഗ് അവസാനിക്കും 1 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോൾ 807 വോട്ടിൻ്റെ ബലത്തിൽ ഏഴാം പൊസിഷനാണുള്ളത്. എട്ടാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബർ ഇപ്പോൾ സേഫാണെന്ന് നമുക്ക് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അക്ബറിന് ഇപ്പോൾ 7,688 വോട്ടിൻ്റെ ബലത്തിലാണ് എട്ടാം പൊസിഷനിലേക്ക് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനായ ഡേഞ്ചർ സോണിൽ ഇപ്പോൾ നമ്മുടെ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ തന്നെയാണ്. കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇപ്പോൾ 7,669 വോട്ട് നേടി ഡേഞ്ചർ പൊസിഷനായ 9-ാം പൊസിഷനാണുള്ളത്. 10-ാം പൊസിഷനിൽ നമ്മുടെ ശൈത്യ സന്തോഷാണുള്ളത്. ശൈത്യ സന്തോഷ് ഡേഞ്ചർ സോണിലും പുറത്താകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. 6,590 വോട്ട് നേടിയാണ് 10-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 11-ാം പൊസിഷനിൽ ആർജെ ബെൻസിയാണ്. ഇത്തവണ പുറത്തു പോകുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ആർജെ ബെൻസി. ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആർജെ ബെൻസിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 6,509 വോട്ട് മാത്രമാണ് നേടിയത്.